എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറണ്ടിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. ഓർഡറുകൾ സ്വീകരിക്കുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണക്കാരൻ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി. മഞ്ചേരി തുറക്കൽ വട്ടപ്പാടം കൊണ്ടോട്ടിപ്പറമ്പൻ സക്കരിയയാണ് 830 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി SI K രതീഷ് അറസ്റ്റ് ചെയ്തത്. പുകയില കൊണ്ടുവരാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. നിലമ്പൂർ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂർ സിഐയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ കോടതി പടിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:45 ഇയാളെ പിടികൂടിയത്. ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തെ ക്യാബിനുള്ളിൽ ചാക്കിട്ട് മൂടിയ നിലയിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത്. നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിലെ കടകളിലേക്ക് ഓർഡർ പ്രകാരം കൊണ്ടുപോകുകയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു. പരിശോധനയിൽ SIക്ക് പുറമെ സിവിൽ പോലീസ് ഓഫീസർമാരായ ആശീഷ്, വിപിൻ, നൌഫൽ, CPO അനസ് എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ പോലീസ് 830 പാക്കുകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഒരു മഞ്ചേരി സ്വദേശിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 ദിവസം മുന്നേ കിട്ടിയ ഒരു രഹസ്യവിവര പ്രകാരം നിലമ്പൂർ DSP സാറിൻ്റെയും IP സാറിൻ്റെയും നിർദ്ദേശപ്രകാരം നിരീക്ഷിച്ചു വരുമായിരുന്നു. മഞ്ചേരി ഭാഗത്തുനിന്നും ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൂ. അത് നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെന്നുള്ളതാണ് കിട്ടിയ വിവരം. അതുപ്രകാരം ഇന്ന് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഉച്ചയ്ക്ക് സുമാർ 2:45 കോടതിപ്പടിയിൽ വെച്ചിട്ട് ഇപ്രകാരമുള്ള ഒരു ഓട്ടോറിക്ഷ വരുന്നതായി കാണപ്പെട്ട് പരിശോധിച്ചത്. അതിൻ്റെ പുറകുവശം ക്യാബിനിൽ ചാക്കിനടിയിൽ ഒളിപ്പിച്ച രീതിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കാണപ്പെടുകയും പരിശോധിച്ചതിലായത് ഒരു 830 പാക്കറ്റുകളുള്ളതായി കാണപ്പെടുകയും ചെയ്തു. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ അയാൾ മുന്നേ ഇതേ രീതിയിലുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതായി അറിവായിട്ടുണ്ട്. ബാക്കി കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിന്റെ ഉറവിടവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടെത്തണം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.